കർത്താവ് വാഴുന്ന കുടുംബം, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ശുശ്രൂഷയിലേക്ക് ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. 118 സങ്കീർത്തനം 15 തിരുവചനം പരിശുദ്ധ വചനം പറയുന്നു, ഇതാ നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയഘോഷമുയരുന്നു, കർത്താവിന്റെ വലതു കൈ കരുത്തു പ്രകടമാക്കി. ആമേൻ. എത്ര മനോഹരമായ വചനമാണിത്. ഇതാ നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനെ ആശ്രയിക്കുന്ന, ദൈവവചനത്തിൽ ജീവിക്കുന്നവരുടെ കൂടാരങ്ങളിൽ, ഭവനങ്ങളിൽ ആനന്ദത്തിന്റെ, സ്നേഹത്തിന്റെ ജയഘോഷങ്ങൾ, ആർപ്പുവിളികൾ ഉയരുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി ഇതാണ്. നമ്മുടെ കുടുംബങ്ങളെ കുറിച്ചുള്ള സ്വർഗത്തിന്റെ സ്വപ്നമാണ് ഈ വചനം പറയുന്നത്. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ജയത്തിന്റെ ഘോഷങ്ങൾ, ആർപ്പുവിളികൾ ഉയരുന്നു. നമ്മുടെ കുടുംബങ്ങൾ ഈ വചനത്തിന്റെ അഭിഷേകം സ്വീകരിക്കുക, ഈ വചനത്തിന്റെ തീ നമ്മുടെ ജീവിതങ്ങളിൽ കത്തുവാൻ, നമ്മുടെ കുടുംബത്തിന്റെ മേൽ ആധിപത്യം പുലർത്തുന്ന പൈശാചിക ബന്ധനങ്ങള്, നാരകീയ ശക്തികള്, ഇരുട്ടിന്റെ വ്യാപാരങ്ങള്, നമ്മുടെ കുടുംബങ്ങളുടെ നാശവും തകർച്ചയും ആഗ്രഹിക്കുന്ന എല്ലാ പൈശാചിക രൂപികളും ഈ വചനത്തിന്റെ അനന്ത ശക്തിയാൽ നിർവീര്യമാകുവാൻ നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളെ കുടുംബങ്ങളെ ആനന്ദത്തിന്റെ കുടുംബങ്ങളാക്കി, സ്നേഹത്തിന്റെ ഭവനങ്ങളാക്കി മാറ്റണമേ. പങ്കുവെക്കുന്ന, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന, ഒന്നിച്ച് ദൈവസ്നേഹത്തിൽ വളരുന്ന കൃപയുടെ ഭവനങ്ങളായി ഞങ്ങളെ ഭവനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹൃദയം തുറന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി നമ്മുടെ കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് സന്ദർശിക്കുന്ന സമയമാണിത്. എന്റെ സഹോദരി സഹോദരങ്ങളെ, അനുഗ്രഹത്തിന്റെ അഭിഷേകമായ ആത്മാവ് നമ്മുടെ കുടുംബങ്ങളിൽ പരിവർത്തിക്കുന്ന സമയമാണിത്. കൃപയുടെ സാന്നിധ്യമായ ആത്മാവ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണിത്. അനേകം ഭവനങ്ങളെ വചനമയച്ച് കർത്താവ് ശുദ്ധീകരിക്കുന്ന സമയമാണിത്. അനേകം കുടുംബങ്ങളെ സുഖപ്പെടുത്തുന്നു, അനേകം ഭവനങ്ങൾ അഭിഷേകം ചെയ്യുന്നു, അനേകം ഭവനങ്ങളിലേക്ക് തന്റെ സാന്നിധ്യം പകർന്ന് ഒത്തിരിയേറെ കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുകയാണ്. വിവിധങ്ങളായ കുടുംബ തകർച്ചകൾ മൂലം വേദനിക്കുന്ന എന്റെ സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ തകർച്ചകളെയും കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുക. നമ്മുടെ കുടുംബങ്ങൾ നേരിടുന്ന വിവിധങ്ങളായ പ്രതിസന്ധികള്, ദാമ്പത്യ ബന്ധങ്ങളിലെ വിള്ളലുകള്, തകർച്ചകള് എല്ലാം കർത്താവിന്റെ പരിശുദ്ധമായ സാന്നിധ്യത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആയിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിൽക്കുകയാണ്. കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് യാചനാപുറം നീട്ടിപ്പിടിക്കുന്നു. കർത്താവേ, ഞങ്ങളെ കുടുംബങ്ങളെ സന്ദർശിക്കണമേ, ഞങ്ങളെ കുടുംബങ്ങളെ സന്ദർശിക്കണമേ. സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി, വിലയേറിയ കൃപകളായി ആത്മാവേ, ഞങ്ങളുടെ ഭവനങ്ങളെ സന്ദർശിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നവീകരിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹൃദയം തുറന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു നാമം വിളിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിന് അനന്ത ശക്തി, യേശു വചനത്തിന് അനന്ത ശക്തി, യേശു രക്തത്തിന് അനന്ത ശക്തി നമ്മുടെ ഭവനങ്ങളിലേക്ക് വ്യാപരിക്കുന്നു. കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് ഹൃദയം തുറന്നൊരു മനസ്സോട് ഒന്നിച്ച് വിളിക്കുന്നു. യേശുവേ, ആത്മാവിനെ വർഷിക്കണമേ, കൃപകൾ ചൊരിയണമേ. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമേ. കുടുംബ തകർച്ചകളിൽ നിന്ന്, നിരന്തരമായ കലഹങ്ങള്, അസ്വസ്ഥതകള്, പിടിവാശികള്, മർക്കട മുഷ്ടികള്, സ്നേഹരാഹിത്യം, മറുതലിപ്പ്, അനുസരണക്കേട്, വിപരീത ബുദ്ധികള്, ഈ പൈശാചിക പീഡകളിൽ നിന്ന് ആത്മാവേ ഞങ്ങളുടെ കുടുംബങ്ങളെ വിമോചിപ്പിക്കണമേ. ദൈവമേ, 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 അനുഗ്രഹത്തിന്റെ
അഭിഷേകം, കൃപയുടെ അഭിഷേകം, വചനത്തിന്റെ അഭിഷേകം, ശക്തിയുടെ അഭിഷേകം, സൗഖ്യത്തിന്റെ അഭിഷേകം ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകപ്പെടട്ടെ. റിലീസ്. സ്തുതിക്കുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ കരങ്ങൾ തുറന്നു പിടിച്ച് വലിയ ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് വാഴുന്ന ഭവനം, കർത്താവ് പണിതുയർത്തുന്ന കുടുംബങ്ങൾ, അത് പരിശുദ്ധാത്മാവിന്റെ ഭവനങ്ങളാണ്, അത് കൃപയുടെ കുടുംബങ്ങളാണ്. നമുക്ക് ഒന്നിച്ച് കർത്താവേ ഞങ്ങളെ കുടുംബങ്ങളിൽ വാഴണമേ, ഞങ്ങളെ കുടുംബങ്ങളെ പണിതുയർത്തണമേ. ദൈവവചനത്താൽ, ദൈവകൃപയാൽ ഞങ്ങളെ കുടുംബങ്ങളെ പുനരുദ്ധരിക്കണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ച് വരികൾ ചേർന്ന് പാടുന്നു. ഈശോ, ഈശോ, ഈശോ. പുതിയൊരു ജീവിതമിനി ഞങ്ങൾ പണിയും ദൈവകൃപയാലേ. എല്ലാവരും ഉണർവോട് പാടി പ്രാർത്ഥിച്ച് ദൈവകൃപയാലേ കർത്താവെന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും ഞങ്ങൾ, സ്വർഗമൊരുക്കിയിടും. കർത്താവെന്നും വാഴുന്ന ആ കുടുംബങ്ങളാണ് അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങൾ, കൃപയുടെ കുടുംബങ്ങൾ. ആഗ്രഹത്തോടെ പാടിക്കേ. ആമേൻ. പുതിയൊരു ജീവിതമിനി ഞങ്ങൾ പണിയും ദൈവകൃപയാലേ. കൃപ തരണമേ. അനുഗ്രഹത്തിന്റെ കുടുംബങ്ങളായി, ദൈവവചനത്തിന്റെ കുടുംബങ്ങളായി മാറുവാൻ. കർത്താവെന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും ഞങ്ങൾ, സ്വർഗമൊരുക്കിയിടും. കർത്താവ് ഞങ്ങളെ കുടുംബങ്ങളെ പണിയണമേ. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ ഭവനങ്ങളെ പുനഃസ്ഥാപിക്കണമേ. ജീസസ്, ഈശോയെ. പ്രാർത്ഥന ഇനിമേൽ മുടക്കില്ല, വചന ധ്യാനം നിർത്തില്ല. കുടുംബമായി ഒന്നിച്ച് പ്രാർത്ഥിക്കും, ഒന്നിച്ച് ദൈവവചനം ഭക്ഷിക്കും, വചനം ധ്യാനിക്കും, വചനത്തിൽ വളരും. പ്രാർത്ഥന ഇനിമേൽ മുടക്കില്ല, വചന ധ്യാനം നിർത്തില്ല. ഈശോയെ കൃപ തരണമേ, കൃപ തരണമേ. വചനത്തിന്റെ അഭിഷേകം, പ്രാർത്ഥനയുടെ ചൈതന്യം. ഒരുമിച്ചെന്നും പ്രാർത്ഥിക്കും, ഇനി മാറ്റമില്ല. ഉറച്ച തീരുമാനത്തോടെ പാടുകേ. പ്രാർത്ഥിക്കും, ഇനി ഉറപ്പാണോ? ഉറപ്പാണോ? എങ്കിൽ ചേർന്ന് പാടുകേ. പുതിയൊരു ജീവിതമിനി ഞങ്ങൾ പണിയും ദൈവകൃപയാലേ. പുതിയൊരു കർത്താവേ കൃപ തരണമേ, കൃപ തരണമേ. ഒരു പുതിയ അഭിഷേകം, പുതിയ കൃപ, പുതിയ ശക്തി. കർത്താവെന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും ഞങ്ങൾ, സ്വർഗമൊരുക്കിയിടും. കർത്താവെന്നും വാഴുന്ന. ആമേൻ, ആമേൻ. കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമേ, കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമേ, കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമേ. ഭവനമൊരുക്കിയിടും ഞങ്ങൾ, സ്വർഗമൊരുക്കിയിടും. എത്ര പേര് ആഗ്രഹിക്കുന്നു? ഉച്ചത്തിലേറ്റു പറഞ്ഞേ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി. ഈ കൃപയാൽ നമ്മൾ പൂരിതരാകുവാൻ, ഈ അഭിഷേകത്തെ നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരമുയർത്തി ഒന്നിച്ച് ഒരു മനസ്സോടെ വിളിക്കുന്നു. യേശുവേ, ജീവിക്കുന്ന ദൈവമേ, വചനമയച്ച്, ദൈവവചനമയച്ച്, ജീവനുള്ള വചനമയച്ച്, സത്യത്തിന്റെ വചനമയച്ച്, കൃപാവചനമയച്ച്, സൗഖ്യത്തിന്റെ വചനമയച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമേ, നവീകരിക്കണമേ, അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ.
തേജസ്സായി, ശക്തിയുടെ സാന്നിധ്യമായി ആത്മാവേ വരണമേ. റിലീസ്. സാന്നിധ്യത്തിന്റെ തീ, ദൈവ സാന്നിധ്യത്തിന്റെ തീ കുടുംബങ്ങളിൽ പടരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. പരിശുദ്ധ അമ്മ മാതാവേ, തിരുകുടുംബത്തിന്റെ നാഥേ, ഞങ്ങൾ കുടുംബങ്ങളെയും ഞങ്ങൾ കുടുംബങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. അമ്മ മാതാവ് എല്ലാം ഏറ്റെടുക്കണമേ, അമ്മ എല്ലാം ക്രമപ്പെടുത്തണമേ. വിശ്വാസ പിതാവേ, തിരുകുടുംബത്തിന്റെ പാലക, ഞങ്ങളെ കുടുംബങ്ങളെ നിർമ്മലമായി സൂക്ഷിക്കണമേ. ഞങ്ങൾ കുടുംബങ്ങൾ വിശുദ്ധിയിൽ വളരുവാൻ, ദൈവവചനത്തിൽ ജീവിക്കുവാൻ, കർത്താവിനും തിരുസഭയ്ക്കും അനുഗ്രഹങ്ങളായി മാറുവാൻ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സകല വിശുദ്ധരെ മധ്യസ്ഥമേകണമേ. ആമേൻ, ആമേൻ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ സഹോദരങ്ങൾ, നമുക്ക് ഒന്നിച്ച് കർത്താവിൻ്റെ വചനം ധ്യാനിച്ച് നമ്മുടെ കുടുംബങ്ങൾ ആത്മാവിൽ നിറയപ്പെടുവാൻ, കർത്താവിൻ്റെ ചങ്കിലെ ചോര കൊണ്ട് കഴുകപ്പെടുവാൻ, ഈശോയുടെ നിർമ്മലമായ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. 127 സങ്കീർത്തനം 1 തിരുവചനം നമുക്ക് സുപരിചിതമായ വചനമാണ്. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. നമ്മൾ എത്രയോ പ്രാവശ്യം വായിച്ച് ധ്യാനിച്ചിട്ടുള്ള വചനമാണ്. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തെ പണിയേണ്ടത് നമ്മുടെ കരങ്ങളല്ല. നമ്മുടെ കുടുംബത്തെ പണിയേണ്ടത് ഈ ലോകത്തിൻ്റെ സംവിധാനങ്ങളോ ഈ ലോകത്തിൻ്റെ മറ്റ് വസ്തുക്കളോ വ്യക്തികളോ അല്ല. കുടുംബത്തെ സ്ഥാപിച്ച ദൈവമായ കർത്താവാണ് നമ്മുടെ കുടുംബങ്ങളെ പടുത്തുയർത്തേണ്ടത്. കർത്താവ് വസിക്കുന്ന, കർത്താവ് വാഴുന്ന കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ രൂപപ്പെടണമെങ്കിൽ നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് തന്നെ പണിതുയർത്തണം. കർത്താവ് നമ്മുടെ കുടുംബങ്ങളെ പണിയുന്നില്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോ, നിശ്ചയമായും പിശാച് അത് പണിതിരിക്കും. സഭാപിതാവായി അഗസ്തീനോസ് പറയുന്നുണ്ട്, ഒന്നെങ്കിൽ കർത്താവ് പണിയും അല്ലെങ്കിൽ പിശാച് പണിയും. ഇതിൽ ആരെങ്കിലും ഒരാൾ പണിതുകൊണ്ടിരിക്കും. കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിൻ്റെ മുൻപിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ ആത്മശോധന ചെയ്യണം. ഇന്ന് നമ്മുടെ കുടുംബങ്ങളെ ആരാണ് പണിയുന്നത്? ദൈവമായ കർത്താവാണ് നമ്മുടെ കുടുംബങ്ങളെ പണിയുന്നത്, അതോ പിശാചാണ് നമ്മുടെ കുടുംബങ്ങളെ പണിയുന്നത്? നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ മനസ്സെന്താണ്? ഓരോ കുടുംബത്തെക്കുറിച്ചുള്ള ആത്മാവിൻ്റെ പദ്ധതി എന്താണ്? ഒരു കുടുംബമായി നമ്മെ കർത്താവ് എന്തിനാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3 25 വചനത്തിൽ ആ സ്വർഗീയ പദ്ധതിയെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പ്രവാചകന്മാരുടെയും നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ചെയ്ത ഉടമ്പടിയുടെയും സന്തതികളാണ്. അവിടുന്ന് അബ്രഹാത്തോട് അരുളി ചെയ്തു, ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിന്റെ സന്തതി വഴി അനുഗ്രഹീതമാകും. എത്ര മനോഹരമായ പ്രോമിസാണിത്. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിനെ നോക്കി കർത്താവ് പറയുകയാണ്, അബ്രഹാമേ, നിന്റെ സന്തതി വഴി ഭൂമിയിലെല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. കർത്താവായ ഈശോയിലൂടെ എല്ലാ കുടുംബങ്ങളെയും ദൈവപിതാവ് അനുഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മുടെ കുടുംബങ്ങൾ ഒരു അനുഗ്രഹമായി മാറണം. നമ്മുടെ കുടുംബത്തിലൂടെ അനേകം കുടുംബങ്ങളിലേക്ക് ദൈവാനുഗ്രഹം ഒഴുകപ്പെടുമാറ്, ദൈവകൃപ വ്യാപരിക്കുമാറ് എന്റെയും നിങ്ങളുടെയും കുടുംബങ്ങൾ അനുഗ്രഹത്തിന്റെ കുടുംബങ്ങളായി, കൃപയുടെ കുടുംബങ്ങളായി മാറ്റപ്പെടണമെന്നാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ഇതാണ് സ്വർഗത്തിന്റെ പദ്ധതി. നമ്മുടെ ഒരു കുടുംബമായി കർത്താവ് യോജിപ്പിച്ച് എന്തിനു വേണ്ടിയിട്ടാ? ഈ ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാ. നമ്മുടെ കുടുംബം ഒരു അനുഗ്രഹമായി, കർത്താവിൻ്റെ രക്ഷയുടെ കാണപ്പെടുന്ന അടയാളമായി, അത് അനേകം കുടുംബങ്ങൾക്ക് തകർന്നുകൊണ്ടിരിക്കുന്ന, നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന,
വിവിധങ്ങളായ പ്രതിസന്ധികളിൽ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ആ കുടുംബങ്ങൾക്ക് നമ്മുടെ കുടുംബം രക്ഷയായി മാറണം, കൃപയായി മാറണം, സൗഖ്യത്തിൻ്റെ സാന്നിധ്യമായി മാറണം. സഹോദരങ്ങളെ, ഇതാണ് എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ മനസ്സ്. നമ്മുടെ കുടുംബത്തെ കുടുംബമാക്കി മാറ്റുന്നത് എന്താണ്? ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. മനോഹരമായ വീടാണോ, അവിടുത്തെ ഫർണിച്ചറുകളും നല്ല ഫ്ലോറിങ്ങും അതുപോലെ തന്നെ മനോഹരമായ വിലപിടിപ്പുള്ള കർട്ടനുകളും ആ വീടിൻ്റെ മറ്റു മനോഹാരിതകളാണോ നമ്മുടെ കുടുംബത്തെ കുടുംബമാക്കി മാറ്റുന്നത്? ഒരു കുടുംബത്തെ കുടുംബമാക്കി മാറ്റുന്നത് സഹോദരങ്ങളെ, ആ കുടുംബത്തിലുള്ള കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യമാണ്. കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യമാണ് നമ്മുടെ കുടുംബങ്ങളെ കുടുംബമായി അഭിഷേകം ചെയ്യുന്നത്. സാമുവേലിന്റെ 2-ാം പുസ്തകം 6-ാം അധ്യായം 11-ാമത്തെ തിരുവചനം, 6:11. കർത്താവിൻ്റെ പേടകം അവിടെ 3 മാസം ഇരുന്നു. കർത്താവ് ഓബാദ് ഏദോമിനെയും അവന്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. കർത്താവിൻ്റെ പേടകം അത് കർത്താവിൻ്റെ സാന്നിധ്യം വഹിക്കുന്ന പേടകമാണ്. ആ ദൈവ സാന്നിധ്യം ഓബദേദോമിന്റെ കുടുംബത്തിൽ 3 മാസം ഇരുന്നു. കർത്താവിൻ്റെ പ്രസൻസ് ആ കുടുംബത്തെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങളെ കുടുംബമാക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിലുള്ള കർത്താവിൻ്റെ സാന്നിധ്യമാണ്, ദൈവ സാന്നിധ്യമാണ്. നമ്മുടെ കുടുംബത്തിലെല്ലാം ഉണ്ട്. ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ ആ കുടുംബം നരകമാണ് പ്രിയപ്പെട്ടവരെ. അവിടെ ആനന്ദമില്ല, സമാധാനമില്ല, പങ്കുവയ്ക്കലില്ല, അവിടെ വചനത്തിൻ്റെ അനുഭവങ്ങളില്ല, അവിടെ കൃപയുടെ വ്യാപനമില്ല. ആ കുടുംബം നരകതുല്യമായി മാറും. ഇന്ന് ഒരുപാട് ക്രൈസ്തവ കുടുംബങ്ങൾ ഈ വിധം തകർന്നുകൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, പിശാചാണ് ഒത്തിരിയേറെ കുടുംബങ്ങൾ ഇന്ന് പണിതുകൊണ്ടിരിക്കുന്നത്. എത്ര കൃത്യമാണ് ഓബദേദോമിന്റെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ചു. ഉൽപ്പത്തി പുസ്തകം 24:1 പരിശുദ്ധ വചനം പറയുന്നു, അബ്രഹാമിന് പ്രായമേറെയായി. കർത്താവ് എല്ലാ കാര്യങ്ങളിലും അവൻ അനുഗ്രഹിച്ചു. അബ്രഹാമിന് പ്രായമേറെയായി. സഹോദരങ്ങളെ, നമ്മുടെ പ്രായമോ, നമ്മുടെ വിദ്യാഭ്യാസമോ, നമ്മുടെ ആരോഗ്യമോ, നമ്മുടെ കുടുംബ മഹിമയോ, നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസോ, ഇതൊന്നും കർത്താവിന് വിഷയമല്ല. ഒരു സാഹചര്യവും ദൈവത്തിന് പ്രവർത്തിക്കാൻ തടസ്സമല്ല. സാഹചര്യങ്ങൾ എന്തുമാത്രം മോശമായിക്കൊള്ളട്ടെ, തകർന്ന അവസ്ഥയായിക്കൊള്ളട്ടെ, ഏത് സാഹചര്യത്തിലും നമുക്ക് നന്മ പ്രദാനം ചെയ്യുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മെ സുഖപ്പെടുത്തുവാൻ, നമ്മളെ വിമോചിപ്പിക്കുവാൻ ശക്തനും അതിയായവനുമാണ് നമ്മുടെ കർത്താവായ യേശു. അബ്രഹാമിന് പ്രായമേറെയായി. എല്ലാ കാര്യങ്ങളിലും, ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, എല്ലാ കാര്യങ്ങളിലും ദൈവമായ കർത്താവ് അവൻ അനുഗ്രഹിച്ചു. അവൻ ബ്ലെസ്സഡായി. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചുള്ള സ്വർഗത്തിൻ്റെ പദ്ധതി ഇതാണ്. നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ മനസ്സാണ് ഈ വചനത്തിലൂടെ ആത്മാവ് നമുക്ക് കാണിച്ചു തരുന്നത്. ആരാശങ്കപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. നമുക്ക് പ്രത്യാശിക്കാൻ ഒരുപാട് വകയുണ്ട് സഹോദരങ്ങളെ. ദൈവത്തിൻ്റെ വചനം പരാജയപ്പെടുന്നില്ല, വചനത്തിനൊരു മാറ്റവും വരുന്നില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞു, ആകാശം ഭൂമിയും മാറിയാലും എൻ്റെ വചനങ്ങൾ മാറി പോവുകയില്ല. സ്തുതിക്കുന്നു കർത്താവെ, സ്തുതിക്കുന്നു. എത്ര പവർഫുൾ ആണ് ദൈവത്തിന്റെ വചനം. അവൻ വിശ്വസ്തനാണ്, നമ്മളെ പരിപാലിക്കുകയും കരുതുകയും ചെയ്യുന്ന സർവശക്തനാണ് നമ്മുടെ കർത്താവ്. എൻ്റെ സഹോദരങ്ങളെ, ഞാനൊരു കുടുംബത്തെ നിങ്ങൾ കാണിച്ചു തരികയാണ്. പരിശുദ്ധ ബൈബിളിൽ അനേകം കുടുംബങ്ങളെക്കുറിച്ച് ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരു കുടുംബത്തെ പ്രത്യേകമായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അത് നമ്മുടെ കർത്താവിൻ്റെ വരവിന് മുന്നോടിയായി കർത്താവ് അയച്ച സ്നാപക യോഹന്നാൻ എന്ന വലിയ പ്രവാചകന്റെ കുടുംബമാണ്. സക്രിയ എലിസബത്ത് ദമ്പതികളുടെ കുടുംബം. എന്താണ് ആ കുടുംബത്തിന് പ്രത്യേകത? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം അവിടെ 5-ാം വചനം പറയുന്നു, അവർ പൗരോഹിത്യ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. അബിയായുടെ ഗണത്തിൽ സക്രിയ എന്നൊരു പുരോഹിതനുണ്ടായിരുന്നു. അഹ്റോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവന്റെ ഭാര്യ. എൻ്റെ സഹോദരങ്ങളെ,
സക്രിയ എലിസബത്ത് ഈ ദമ്പതികളുടെ കുടുംബത്തിൻ്റെ പ്രത്യേകത എന്താണ്? കർത്താവ് വാഴുന്ന, കർത്താവ് വസിക്കുന്ന, ദൈവമായ കർത്താവ് പണിതുയർത്തുന്ന ഒരു കുടുംബം എപ്രകാരമുള്ള കുടുംബമാണെന്ന് ഈ ഒരു കുടുംബത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരികയാണ്. ശ്രദ്ധാപൂർവം വചനത്തിന് മുൻപിലായിരിക്കണം. ഒന്നാമത്തെ സവിശേഷത, ദൈവവചനത്തെ ആദരിക്കുകയും ദൈവവചനത്തെ അനുസരിക്കുകയും ചെയ്ത കുടുംബമായിരുന്നു സക്രിയ എലിസബത്ത് ദമ്പതികളുടെ കുടുംബം. കർത്താവ് വാഴുന്ന കുടുംബം വചനത്തിൻ്റെ കൾച്ചറുള്ള കുടുംബങ്ങളിലാണ്. ഈ ലോകത്തിൻ്റെ സംസ്കാരമോ ഈ ലോകത്തിൻ്റെ നീതിവാക്യങ്ങളല്ല നമ്മുടെ കുടുംബത്തെ നയിക്കേണ്ടത്. ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ്. ദൈവവചനത്തിൻ്റെ സംസ്കാരമായിരിക്കണം നമ്മുടെ കുടുംബങ്ങൾക്കുണ്ടാകേണ്ടത്. സഹോദരങ്ങളെ, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 6-ാം വചനത്തിൽ ആത്മാവ് പറയുകയാണ്, അവർ ദൈവത്തിൻ്റെ മുൻപിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. കർത്താവിൻ്റെ കൽപ്പനകള്, കർത്താവിൻ്റെ ചട്ടങ്ങള്, വചനങ്ങള് കുറ്റമറ്റ വിധം അനുസരിച്ച കുടുംബമായിരുന്നു സക്രിയ എലിസബത്ത് ദമ്പതികൾക്ക്. അതുകൊണ്ട് ആ കുടുംബം ബ്ലെസ്സഡ് ആയി. ആ കുടുംബത്തിൽ ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ കുടുംബത്തെ കർത്താവായ യേശുവിൻ്റെ വരവിനായി വഴിയൊരുക്കുന്ന വലിയ പ്രവാചകനായ സ്നാപക യോഹന്നാന് ജന്മം കൊടുക്കുന്ന ഒരു കുടുംബമായി ആ കുടുംബത്തെ സ്വർഗം തെരഞ്ഞെടുത്തു. എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ കാരണം? ദൈവവചനത്തെ ആദരിച്ച കുടുംബം, കർത്താവിൻ്റെ വചനങ്ങളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം വില കൊടുത്ത് അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ച് അനുസരിച്ച കുടുംബമായിരുന്നു. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങൾ ദൈവവചനത്തിൻ്റെ കുടുംബങ്ങളാകണം. വചനത്തിൻ്റെ തീ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം. കർത്താവിൻ്റെ വചനത്തിൻ്റെ സംസ്കാരമായിരിക്കണം. ഈ ലോകത്തിൻ്റെ കൾച്ചറല്ല. ഈ ലോകത്തിൻ്റെ കൾച്ചർ എന്താ? തിന്നുക, കുടിക്കുക, മതിക്കുക, രമിക്കുക. ജീവിതം ഒന്നേയുള്ളൂ. അത് സുഖിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഈ ജീവിതം ആസ്വദിക്കുക. അവിടെ ദൈവവചനത്തിനോ കർത്താവിൻ്റെ ചട്ടങ്ങൾക്കോ സഭയുടെ സത്യപ്രബോധനങ്ങൾക്കോ യാതൊരു വിലയുമില്ല. എനിക്ക് സുഖിക്കണം, എനിക്ക് ആഘോഷിക്കണം, എനിക്ക് എൻ്റെ ജീവിതം എൻജോയ് ചെയ്യണം. അതിനുവേണ്ടി മൃഗങ്ങളെക്കാളും കഷ്ടമായി, മൃഗങ്ങളൊക്കെ നമ്മൾ പലരും നോക്കുമ്പോൾ എന്തൊരു സ്റ്റാൻഡേർഡാണെന്നറിയോ, അതിനേക്കാളും തരം താഴ്ന്ന് ജീവിക്കുന്ന എത്രയോ ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. സഹോദരങ്ങളെ, ഞാൻ ആത്മാവിൽ വീണ്ടും പറയട്ടെ, നമ്മുടെ കുടുംബങ്ങൾ ദൈവവചനത്തിൻ്റെ കുടുംബങ്ങളാണ്. വചനത്തിനായി സമർപ്പിക്കപ്പെട്ട കുടുംബങ്ങളാണ്. വചനം അനുസരിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളാണ്. സുഭാഷിതങ്ങൾ 16:20 എന്താ വചനം പറയുന്നത്? ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും, കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. എൻ്റെ സഹോദരങ്ങളെ, ആരെല്ലാം ഏതൊക്കെ കുടുംബങ്ങൾ കർത്താവിൻ്റെ വചനത്തെ ആദരിക്കുന്നവോ, ദൈവവചനത്തെ ബഹുമാനിക്കുന്നവോ, കർത്താവിൻ്റെ വചനത്തെ ചങ്കായി സ്വീകരിക്കുന്നവോ, അപ്രകാരമുള്ള കുടുംബങ്ങളെ കർത്താവ് മാനിച്ചുയർത്തും. ദൈവവചനത്തെ സ്നേഹിക്കുന്നവർക്ക് ഉത്കർഷം നേടും, അഭിവൃദ്ധി ഉണ്ടാകും, ഉയർച്ചയുണ്ടാകും, വളർച്ചയുണ്ടാകും. ഇത് കർത്താവിൻ്റെ പ്രോമിസ. എത്ര പേര് ഈ വാഗ്ദാനത്തിൽ വിശ്വസിക്കുന്നു? നമ്മുടെ കുടുംബത്തിൻ്റെ തകർച്ചകൾ മാറാൻ, കുടുംബത്തിലെ പലവിധ പ്രശ്നങ്ങളിൽ ദൈവശക്തി ഇറങ്ങി വരുവാൻ, കുടുംബ കലഹങ്ങളിൽ ആത്മാവിൻ്റെ തീ കത്തുവാൻ, സ്നേഹരാഹിത്യം മൂലം വിഭജിക്കപ്പെട്ട ഹൃദയങ്ങൾ ദൈവകൃപയിൽ ഒന്നായി തീരുവാൻ, കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകള്, ഡിവോഴ്സുകള്, ദാമ്പത്യ ബന്ധങ്ങളിലെ വിള്ളലുകളിലേക്ക് കർത്താവിൻ്റെ കൃപയുടെ വ്യാപനമുണ്ടാകാൻ, സഹോദരങ്ങളെ, ദൈവവചനത്തെ ആദരിക്കുന്ന കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറണം. ദൈവവചനത്തെ വചനം ജീവിക്കുന്ന, വചനത്തെ പ്രമാണിക്കുന്ന ഭവനങ്ങളായി നമ്മൾ മാറ്റപ്പെടണം. ഇതിനോട് ബന്ധപ്പെട്ട് ഒരു വചനം കൂടി ഈശോ തരികയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 22:18. വചനം അനുസരിക്കുന്നവർക്കുള്ള പ്രോമിസ് എന്താണ്? റിവാർഡ് എന്താണ്? ദൈവമായ കർത്താവ് അബ്രഹാമിനോട് പറയാ, നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് അബ്രഹാമേ, നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട്. എന്തുകൊണ്ടാണ് അനുഗ്രഹിക്കപ്പെടുന്നത്? നീ എൻ്റെ വചനം അനുസരിച്ചതുകൊണ്ട്. സഹോദരങ്ങളെ, അനുഗ്രഹത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത്
വചനത്തോടുള്ള അനുസരണമാണ്. ദൈവവചനത്തോടുള്ള അനുസരണമാണ് അനുഗ്രഹത്തെ കൊണ്ടുവരുന്നത്, അഭിഷേകത്തെ കൊണ്ടുവരുന്നത്, ദൈവകൃപയെ കൊണ്ടുവരുന്നത്, ദൈവ സാന്നിധ്യത്തെ കൊണ്ടുവരുന്നത്. നമ്മുടെ കുടുംബങ്ങൾ കൃപയുടെ കുടുംബങ്ങളാകണോ? നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹത്തിന്റെ കുടുംബങ്ങളാകണോ? നമ്മുടെ കുടുംബങ്ങൾ അഭിഷേക കുടുംബങ്ങളാകണോ? ദൈവവചനത്തെ അനുസരിക്കണം, വില കൊടുത്തനുസരിക്കണം. അതിൽ അണുവിട മാറിപ്പോകരുത്. നമ്മുടെ കുടുംബത്തെ നിയന്ത്രിക്കുന്നത് വചനമായിരിക്കണം. 119 സങ്കീർത്തനം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട വചനമാണ്. 54 വചനമാണ്. ഒരുമിച്ച വചനം വായിച്ച്. തീർത്ഥാടകനായി ഞാൻ പാർക്കുന്നിടത്ത് അങ്ങയുടെ പ്രമാണങ്ങളായിരുന്നു. കർത്താവേ, അങ്ങയുടെ പ്രമാണങ്ങളായിരുന്നു എൻ്റെ ഗാനം. ഞാനിവിടെ ഈ ഭൂമിയിൽ അന്യനും പരദേശിയുമാ. ഞാനൊരു തീർത്ഥാടകനാണ്. തീർത്ഥാടകനായി ഞാൻ വസിക്കുന്ന എൻ്റെ ഭവനത്തിൽ കർത്താവേ, അവിടുത്തെ വചനമായിരുന്നു എൻ്റെ ആനന്ദം, എൻ്റെ ഗാനം. ഓ, എത്ര മനോഹരമായ വചനം! നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിൻ്റെ വചനമായിരിക്കണം നമ്മുടെ ആനന്ദവും നമ്മുടെ പുതുഗാനവും. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ,